ഇറാനിലെ പർവ്വത താഴ്വരകളിൽ ചുവന്ന കല്ലുകളാൽ തീർത്ത ഒരു വാസ്തുവിദ്യാ വിസ്മയമുണ്ട്. അപ്പസ്തോലിക കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പേറുന്ന വിശുദ്ധ സ്റ്റെഫാനോസ് ആശ്രമം. ബൈസന്റൈൻ പേർഷ്യൻ നിർമ്മാണ ശൈലികൾ സമ്മേളിക്കുന്ന ഈ ആശ്രമം 7-ാം നൂറ്റാണ്ട് മുതൽ അർമേനിയൻ സംസ്കാരത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ക്രിസ്തുവർഷം 62-ൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ ബർത്തലോമിയോ ശിലാസ്ഥാപനം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് സെന്റ് സ്റ്റെഫാനോസ് മൊണാസ്ട്രി. പാർത്തിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രദേശത്ത് ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ആശ്രമം. AD 62-ൽ വിശുദ്ധ ബർത്തലോമിയോ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചതായാണ് അർമേനിയൻ പാരമ്പര്യം പറയുന്നത്. ഇറാനിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർമേനിയൻ ആശ്രമമാണിത്. 1000-ലധികം വർഷങ്ങൾക്കിടയിൽ ഈ ആശ്രമത്തിന്റെ മതിലുകൾ നിരവധി യുദ്ധങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. 7-ാം നൂറ്റാണ്ടിലാണ് ആശ്രമത്തിന്റെ ആദ്യഘടന രൂപപ്പെട്ടത്. 10-ാം നൂറ്റാണ്ടിൽ ഇത് വിപുലീകരിക്കപ്പെട്ടു. 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ബൈസന്റൈൻ സെൽജൂക്ക് യുദ്ധങ്ങളിലും 1319-ലെ മഹാഭൂകമ്പത്തിലും തകർക്കപ്പെട്ട ഈ ആശ്രമം 1320-ൽ സ്കറിയ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വീണ്ടും പടുത്തുയർത്തി. 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ അർമേനിയൻ സംസ്കാരത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പ്രധാന കേന്ദ്രമായി ഈ ആശ്രമം മാറി. ഇവിടെ നിർമ്മിക്കപ്പെട്ട വിലപ്പെട്ട കയ്യെഴുത്തുപ്രതികൾ ഇന്നും അർമേനിയയിലെ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. ചുവന്ന കല്ലുകളാൽ നിർമ്മിച്ച ഈ ആശ്രമം ബൈസന്റൈൻ, അർമേനിയൻ, പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ അപൂർവ സംഗമമാണ്. ഇതിലെ അതിസങ്കീർണമായ കൊത്തുപണികളും ഗംഭീരമായ താഴികക്കുടവും ലോകപ്രശസ്തമാണ്. 2008-ൽ യുനെസ്കോ ഈ മൊണാസ്ട്രിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉദയം മുതൽ പേർഷ്യൻ സംസ്കാരവുമായുള്ള അർമേനിയൻ ബന്ധത്തിന് ജീവിക്കുന്ന തെളിവായിട്ടാണ് യുനെസ്കോ ഇതിനെ വിശേഷിപ്പിക്കുന്നത്.